ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ജെ.പി. നഡ്ഡയും മല്ലികാർജ്ജുൻ ഖാർഗെയുമായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ കൂടിക്കാഴ്ച നടത്തി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എല്ലാ വിവരങ്ങളും പുറത്തുവിട്ടത് സ്വാഗതാർഹമായ നടപടിയാണെന്ന് ഉപരാഷ്ട്രപതി പറയുന്നു. കോടതി നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടിനായി കാത്തിരിക്കാമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. അതിന്റെ വിവരങ്ങൾ കൂടി അനൂപ് ദാസ് നൽകും. അനൂപ്, എന്തായാലും പാർലമെന്റിൽ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നോട്ട് കണ്ടെത്തിയിൽ തന്നെ ആകെപ്പാടൊരു ദുരൂഹത നിഴലിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കൂടിക്കാഴ്ച എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? വളരെ പ്രാധാന്യമുള്ള കൂടിക്കാഴ്ചയാണ്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം തന്നെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് ഇത്രയധികം പണം കണ്ടെത്തുന്നത്, എത്രയധികം എന്ന് നമ്മൾ പറയുന്നത് ആ ദൃശ്യം കണ്ടിട്ടാണ്. അല്ലാതെ എത്ര കോടി രൂപയാണ് അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപയാണ് എന്ന കണക്ക് വ്യക്തമായി നമുക്കറിയില്ല. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഡൽഹി ഹൈക്കോടതി പോലുള്ള ഒരു ഹൈക്കോടതി, അതിൽ ചീഫ് ജസ്റ്റിസിന് തൊട്ടു താഴെ സീനിയർ എന്നുള്ള നിലയിൽ നിൽക്കുന്ന ആളുടെ വീട്ടിൽ നിന്ന് വലിയ തുക പിടിച്ചെടുക്കുന്നു. അത് വലിയ ചർച്ചയില്ലാതെ പോകുന്നു. രാജ്യസഭയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ വിഷയം വന്നപ്പോൾ അത് ചർച്ച ചെയ്യാൻ രാജ്യസഭാ അധ്യക്ഷൻ അനുവദിച്ചില്ല. ഇന്ന് ഈ വിഷയം സഭയിൽ ലോക്സഭയിലും രാജ്യസഭയിലും ഉന്നയിച്ചപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല കേന്ദ്ര സർക്കാർ. അതിനിടയിലാണ് ഇങ്ങനെ മല്ലികാർജ്ജുൻ ഖാർഗെയെ വിളിച്ച് ഒപ്പം തന്നെ ജെ.പി. നഡ്ഡയെയും വിളിച്ച് ഇക്കാര്യത്തിലൊരു ചെറിയ ചർച്ച ജഗദീപ് ധൻഖർ നടത്തിയത്. ആ ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ സുപ്രീം കോടതി വിവരങ്ങൾ പുറത്തുവിട്ടത് സ്വാഗതാർഹം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച. നാളെ ഈ വിഷയത്തിലൊരു ചർച്ച സഭയിൽ ഉണ്ടാകുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. കാരണം നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനങ്ങളെ ബാധിക്കുന്ന വിഷയമാണിത്. തീർച്ചയായും.